അത്തിമരത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്ന ക്രിസ്തുവിനെ നമ്മൾ ബൈബിളിൽ കാണും. നമുക്കൊരു ചെറിയ പരാതിയുണ്ട്. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. എങ്കിലും ദൂരെ തളിരിട്ട് നിൽക്കുന്ന മരം കണ്ടിട്ട് ക്രിസ്തു വന്നിട്ട് അതിൽ നിന്ന് ഫലം അന്വേഷിക്കുകയാണ്. കാലമല്ലാതിരുന്നിട്ടും ഫലം നൽകാത്തതിന്റെ പേരിൽ ഈ അത്തിമരത്തെ എന്തിനു ശപിച്ചു എന്നുള്ളതാണ്. കാരുണ്യവാനായ ദൈവം ഇങ്ങനെ കാലമല്ലാതിരുന്ന ഒരു മരത്തെ നോക്കി ശാപവാക്ക് പറയുമോ എന്നൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ. എനിക്ക് തോന്നുന്നു ഇതൊരു കാരുണ്യത്തിന്റെ അടയാളമായിട്ട് തന്നെ കാണേണ്ടതാണെന്ന് തോന്നുന്നു. കാരണം ഇത് പറയുമ്പോ ഇത് കേൾക്കുന്നതാരാണ്? ഒരിക്കലും നിന്നിൽ നിന്ന് ആരും ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇത് അത്തിമരമല്ല കേൾക്കുന്നത്. ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്ന ചില മനുഷ്യരാണ് ശിഷ്യന്മാരെന്ന് പറയും. യേശുവാകട്ടെ വരുന്നത് ജെറുസലേം ദേവാലയത്തിൽ നിന്ന്. അവിടെ കണ്ടത് കച്ചവടവും കവർച്ചയൊക്കെയാണ്. ആകാശം മുട്ടെ ഈ അത്തിമരം പോലെ അതിനേക്കാൾ ഉയരത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദേവാലയം, അത് ഫലം നൽകാതെ നിൽക്കുന്നു. കാലമേറെയായി യേശു ക്രിസ്തുവിന്റെ തിരുമുഴുകൾ കേട്ട് കൂടെ നടക്കുന്ന ശിഷ്യന്മാർ കാലമേറെയായിട്ടും ഫലം നൽകാതെ നിൽക്കുന്നു. അപ്പോഴാണ് കാലമല്ലാതിരുന്ന അത്തിമരത്തെ ക്രിസ്തു ശപിക്കുന്നു. ഈ അത്തിമരത്തോട് പറയുന്നത് നമുക്ക് കേൾക്കാനുള്ളതാണ്. കാലമല്ലാതിരുന്നിട്ടും ദൈവം താൻ സൃഷ്ടിച്ച ഒരു മരത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചെങ്കിൽ കാലമേറെയായിട്ടും ഫലം നൽകാതെ കൂടെ നടക്കുന്ന നമ്മളോട് എത്ര വലിയ കരുണയാണ് കർത്താവ് കാണിക്കുന്നത്. ദൈവം നമ്മളോട് കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ കരുണ ഇനിയും ഫലം നൽകാനുള്ളതാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു കരുണയുടെ കാലഘട്ടമാണ്. ഈ കരുണയാകട്ടെ എന്തിനാണ്? നമ്മുടെ താൽക്കാലികമായ ആശ്വാസത്തിന്, നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥതയ്ക്ക്, നമ്മുടെ പാപമോചനത്തിന്. അങ്ങനെ മാത്രമായിട്ട് ഒതുക്കരുത്. കരുണ ഫലം നൽകാനുള്ള ദൈവത്തിന്റെ കാത്തിരിപ്പാണ്. നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സിനോട് ചേർന്ന് നിന്ന് ആ കരുണയെ, ആ ആർദ്ര സ്നേഹത്തെ സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഇനിയും മറ്റൊരു കാലത്തിലേക്ക് ഈ അത്തിമരം വളരട്ടെ എന്ന് ചിന്തിക്കാതിരിക്കാം. സമയമായിരിക്കുന്നു അത്തിമരങ്ങൾക്ക് പൂവണിയാൻ, ഫലം നൽകാൻ. നന്ദി.